എല്ലാവർക്കും കള്ളി ഷാപ്പിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഷാപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോട് ഒരു ഗെറ്റ് ടുഗദറിന് പോവുകയാണ്. പണ്ട് നമ്മളെ കൂടെ ജോലി ചെയ്ത കുറേ ഫ്രണ്ട്സ് നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ കോഴിക്കോടായിരുന്നു കേട്ടോ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തത്. പോകുന്ന വഴിയിൽ നമ്മൾ മാഹി ഒളിവിലം റൂട്ടിലുള്ള ഒരു കള്ളി ഷാപ്പിൽ നിന്നാവാം ഇന്നത്തെ ഫുഡ് എന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയിട്ടുണ്ട്. ഇതുവരെ കള്ളി ഷാപ്പിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇവളിങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നീടല്ല ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എപ്പം വീഡിയോയിൽ എന്നെ കാണുന്നില്ല ഒരു പരാതി എനിക്ക് മാത്രമുണ്ട്. അതുകൊണ്ട് ആ പരാതി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളടുത്ത് ഫോൺ കൊടുത്തിട്ട് എൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞ് ചെയ്യിപ്പിച്ചു തന്നിട്ട്. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്, ഓർഡർ ചെയ്തു. ഇത് നമ്മൾ കൂന്തൽ റോസ്റ്റാണ്. എന്ത് കഴിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ചാകര തന്നെ. പിന്നെ പത്തിരി ഓർഡർ ചെയ്തു, പിന്നെ ഇടിയപ്പം. ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയ ആളായതുകൊണ്ട് അങ്ങനെ എണ്ണ പലഹാരമൊന്നും അധികം കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പത്തിരി അങ്ങ് ഒഴിവാക്കി. പിന്നെ വന്നത് എന്താണ്, നമ്മൾ കൂന്തൽ കാണുമ്പോൾ പിന്നെ ടേസ്റ്റ് വെക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്ത് കണ്ടാലും ടേസ്റ്റ് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആദ്യം കുറച്ച് ഡിമാൻഡൊക്കെ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ പത്തിരി ഞാൻ സത്യമായിട്ടും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ആവിയിൽ വേവിച്ച് നമ്മൾ ഇടിയപ്പം എടുത്തു. അപ്പം അതിൻ്റെ കൂടെ കൂന്തലാണ് കേട്ടോ കൂട്ടിയത്. പിന്നെ താറാവ് കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താറാവും പത്തിരിയും കൂടി ഇരിക്കുന്നവർ കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ താറാവ് കഴിച്ചിട്ടുണ്ട്, പത്തിരി കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെ ഏട്ടക്കറി വന്നു. ഏട്ടാന്നുള്ള നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ ഏട്ടനെയെല്ലാം. അപ്പോൾ അതല്ല, ഏട്ടക്കറി വന്നിട്ടുണ്ട്, കപ്പ വന്നിട്ടുണ്ട്. കപ്പയും ഏട്ടക്കറിയും കൂന്തലും എല്ലാം കൂടി ഇട്ട് കൂട്ടി കുഴച്ചങ്ങ് തിന്നിട്ടാ. ഇത് ഞാനിത് തിന്നാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരാളെ കൊണ്ട് തീറ്റിപ്പിക്കുവാണ്, അല്ലെങ്കിൽ അവർ തിന്നും, അത് വേറെ കാര്യം. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അടിപൊളി എന്ന് പറയാമെന്ന്. പിന്നീടുള്ള അപ്പത്തേക്ക് നമ്മൾ പെപ്പർ ചിക്കൻ വന്നു കേട്ടോ. ഈ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പെപ്പർ ചിക്കനായിരുന്നു. പൊതുവേ ചിക്കൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ, കാരണം നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ. പക്ഷേ ഈ പെപ്പർ ചിക്കൻ അപാര ടേസ്റ്റ് ഇട്ടാ. പിന്നെ പൊറോട്ട വന്നു. പിന്നെ നേരത്തെ പറഞ്ഞിട്ടേ ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന്, അതുകൊണ്ട് പൊറോട്ടയും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ മീൻ ഫ്രൈ വന്നു കേട്ടോ. അതിൽ ഞാൻ അത്ര ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറയുന്നില്ല. എണ്ണയൊന്നും എനിക്കിതിൽ ബാധകമല്ല, അതുകൊണ്ട് ഞാൻ മീൻ ഫ്രൈ കഴിക്കും. അപ്പോഴത്തേക്ക് പൊതിച്ചോറ് വന്നു. പൊതിച്ചോറാണെന്ന് വിചാരിച്ചിട്ട് ആക്രാന്തത്തിൽ ഞാൻ തുറന്നെങ്കിലും എക്സ്ട്രാ ചോറ് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇലയിൽ പൊതിഞ്ഞിട്ടാണ് തന്നത് എന്ന് ഞാൻ സത്യം മനസ്സിലാക്കി. കറിയൊന്നുമില്ല, എന്നാലും ഞാനങ്ങനെ പരാജയപ്പെടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചേ എല്ലാ ടേബിളിലും കുറേ കറികൾ ബാക്കിയുണ്ട് ഓർഡർ ചെയ്ത്. അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുക. അത് നമ്മുടെ ഷാപ്പിലത്തെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുള്ള് നോൺ വെജ് വിഭവങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറുണ്ടാക്കി. അപ്പോൾ എന്നെ കണ്ടിട്ട് അത്ഭുതത്തോടെ എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾ നോക്കുന്നുണ്ട്. ഇവളെന്താ കോപ്രായാണ് ഈ കാണിക്കുന്നത്, തീറ്റപ്രാന്തി, വെറിച്ചി, എൻ്റെ അമ്മോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഗൈസ്. അപ്പോൾ നിങ്ങളും അത് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. തിന്നുമ്പോൾ നമ്മൾ ആസ്വദിച്ചങ്ങ് തിന്നണം. നമ്മളെ ചുറ്റിയിരിക്കുന്നവർ എന്ത് ചിന്തിക്കുന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളെക്കാട്ടും വലിയ വെറിയന്മാരായിരിക്കും. അതല്ലേ അതിൻ്റെ സത്യം. അപ്പോൾ ഞാൻ തലയങ്ങ് പൊട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും കുറക്കുന്നില്ല, എല്ലാം അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സമയത്ത് മിസ്സായതെന്നിട്ടില്ല, ഒരു മോരോ തൈരും ഉണ്ടാവണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കള്ളി ഷാപ്പായതുകൊണ്ട് പിന്നെ മോരും തൈരും ഉണ്ടാവില്ലല്ലോ. സംഭവം എല്ലാം പിരിഞ്ഞു വന്നോണ്ടേ അവരത് വെക്കില്ല അല്ലേ. അപ്പോൾ ഞാനങ്ങനെ കൂട്ടി കുഴച്ച് കൂന്തലും ഏട്ടയും ചിക്കനും താറാവും മീനും പിന്നെ അതിൻ്റെ മേലെ ഒന്നും കുറക്കണ്ടല്ലോ, ചെറുനാരങ്ങ നീരും എല്ലാം കൂടി കൂട്ടി കുഴച്ച് വെട്ടി അങ്ങ് വിഴുങ്ങിയിട്ടാ. സംഭവം നല്ല ടേസ്റ്റ് തന്നെ, ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ ഒടുക്കത്തെ എരിവായിരുന്നു. എരിവ് എന്നെല്ലാം പറഞ്ഞാൽ പൊതുവേ നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ എരിവ് കുറച്ചിട്ടാക്കുന്നുണ്ട്. നമുക്ക് എരിവ് അധികം ശീലവുമില്ല. അപ്പം മൂക്കൊന്നും വായിന്നുമല്ല വെള്ളം വന്ന് നാവൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാലും വിട്ടുകൊടുക്കൂല. ആക്രാന്തം മൂത്ത് മൊത്തം വെട്ടി വരിച്ചങ്ങ് തിന്നുട്ടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുള്ളത് അത് നിങ്ങളങ്ങ് മറന്നേട്ടാ. ഇത് അപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുത്തിരുന്ന ശ്രീജിത്തേട്ടനെ ഞാൻ തിന്നണ്ടപ്പോൾ ആദ്യം എന്നെ കളിയാക്കിയ ആളാണ്. കൊതി മൂത്തിട്ട് അതേപോലെ എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പൊതിച്ചോറുണ്ടാക്കിയിട്ട് വെട്ടി വിഴുങ്ങി അങ്ങ്. പിന്നെ ചുറ്റുമുള്ളതൊന്നും അങ്ങേരും കണ്ടില്ല കേട്ടോ. ആരെന്ത് പറഞ്ഞാൽ നമുക്കെന്താ, ഇതാ വെട്ടി വിഴുങ്ങുന്നുണ്ട്. അപ്പം പൊതിച്ചോറും തിന്നു, പ്ലേറ്റിൽ പത്തിരിയും തിന്നു, എല്ലാം തിന്നപ്പോഴത്തേക്ക് ഇതാ ഇനി കൈ കഴുകാൻ പോവാന്ന്. ഇതാ കൈയൊക്കെ നല്ല ചുവന്ന കളറായിട്ടുണ്ട്, കാരണം ഷാപ്പിലെ കറിയല്ലേ. നല്ല എരിവുണ്ട്, നല്ല മസാലയുണ്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കുമ്പയൊക്കെ നിറച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഷാപ്പിലെ വിശേഷം ഇതാണ്. ഈ നമ്മുടെ ഷാപ്പ് വന്നിട്ട് മാഹി റൂട്ടിലുള്ള പാടി എന്നുള്ള ഒരു കള്ളി ഷാപ്പാണ്. പുറത്ത് ഒരുപാട് വെള്ളമൊക്കെ കെട്ടിക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കാലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും മറക്കാൻ പാടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.